അതിർത്തിയിൽ വീണ്ടും പ്രകോപനത്തിന്റെ വിഷവിത്തുകൾ പാകി പാകിസ്ഥാൻ നടത്തുന്ന ഒളിയുദ്ധത്തിന് നെഞ്ചുവിരിച്ച് മറുപടി നൽകി ഭാരതം. പതിറ്റാണ്ടുകളായി തർക്കം നിലനിൽക്കുന്ന ഗുജറാത്തിലെ സീർക്രിക് മേഖലയിൽ പാകിസ്ഥാൻ നടത്തുന്ന നിഗൂഢ സൈനിക നീക്കങ്ങൾക്ക് അവരുടെ ഉറക്കം കെടുത്തുന്ന മറുപടിയാണ് ഇന്ത്യൻ പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് നൽകിയിരിക്കുന്നത്. സീർക്രിക്കിൽ എന്തെങ്കിലും സാഹസത്തിന് മുതിർന്നാൽ അതിന്റെ ഭൂമിശാസ്ത്രവും ചരിത്രവും മാറ്റിമറിക്കുന്ന തിരിച്ചടിയാകും ഇന്ത്യ നൽകുക. കറാച്ചിയിലേക്കുള്ള ഒരു വഴി സീർക്രിക്കിലൂടെയും പോകുന്നുണ്ടെന്ന് പാകിസ്ഥാൻ ഓർക്കുന്നത് നന്ന് എന്ന അദ്ദേഹത്തിന്റെ വാക്കുകൾ പാകിസ്ഥാൻ സൈനിക കേന്ദ്രത്തിൽ ഒരു ഞെട്ടലുണ്ടാക്കിയിരിക്കുകയാണ്. ഇത് വെറും ഒരു മുന്നറിയിപ്പല്ല, മറിച്ച് പാകിസ്ഥാന്റെ ഏത് നീക്കത്തിനും തക്ക മറുപടി നൽകാൻ ഇന്ത്യൻ സൈന്യങ്ങൾ തയ്യാറാണെന്നുള്ള പ്രഖ്യാപനമാണ്. കഴിഞ്ഞ കുറച്ചു കാലമായി സീർക്രിക് മേഖലയിൽ പാകിസ്ഥാൻ സൈന്യം അസാധാരണമായ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്തുന്നുണ്ടെന്ന് ഇന്ത്യൻ രഹസ്യാന്വേഷണ ഏജൻസികൾ കണ്ടെത്തിയിരുന്നു. 96 കിലോമീറ്റർ ദൈർഘ്യമുള്ള ഈ ചതുപ്പ് നിലത്തിന്റെ മറവിൽ പാകിസ്ഥാൻ തങ്ങളുടെ സൈനിക ശേഷി വർദ്ധിപ്പിക്കാനുള്ള ഗൂഢശ്രമത്തിലായിരുന്നു. ഫോർവേഡ് ബേസുകൾ, ബങ്കറുകൾ, റഡാർ സംവിധാനങ്ങൾ എന്നിവ സ്ഥാപിച്ച് മേഖലയിൽ ഒരു പുതിയ സംഘർഷമുഖം തുറക്കാനായിരുന്നു പാകിസ്ഥാന്റെ പദ്ധതി. സാമ്പത്തികമായി തകർന്നതും ആഭ്യന്തര കലാപങ്ങളിൽ പെട്ടും നിൽക്കുന്ന പാകിസ്ഥാൻ തങ്ങളുടെ ജനതയുടെ ശ്രദ്ധ തിരിക്കാനായി കണ്ടെത്തിയ പുതിയൊരു നാടകമായിരുന്നു ഇത്. ഭീകരവാദികളെ നുഴഞ്ഞുകയറ്റാൻ സഹായിക്കുക എന്ന പഴയ തന്ത്രവും ഇതിനു പിന്നിലുണ്ടെന്ന് ഇന്ത്യ സംശയിക്കുന്നു. ഈ ഒളിപ്പോരിന് മറുപടിയായാണ് ഇന്ത്യയുടെ പ്രതിരോധ മന്ത്രി പരസ്യമായി പാകിസ്ഥാന് താക്കീത് നൽകിയത്. രാജ്നാഥ് സിംഗ് കച്ചിലെ സൈനിക ക്യാമ്പിൽ വെച്ച് നടത്തിയ പ്രസംഗത്തിൽ വ്യക്തമാക്കിയത് ഇങ്ങനെയാണ്: പാകിസ്ഥാന്റെ ഉദ്ദേശശുദ്ധിയിൽ ഞങ്ങൾക്ക് സംശയമുണ്ട്. അതിർത്തിയിൽ സമാധാനം നിലനിർത്താനാണ് ഇന്ത്യ എപ്പോഴും ശ്രമിക്കുന്നത്. എന്നാൽ ഞങ്ങളുടെ സൈന്യത്തിന്റെ ക്ഷമയെ പരീക്ഷിക്കരുത്. അടികിട്ടിയാൽ തിരിച്ചടിക്കാൻ ഞങ്ങൾക്കറിയാം. ഇന്നോ ഇന്നലെയോ തുടങ്ങിയതല്ല സീർക്രിക്കിലെ തർക്കം. ഇന്ത്യയുടെ വിഭജന കാലത്തോളം പഴക്കമുണ്ട് ഈ അതിർത്തി പ്രശ്നത്തിന്. ഗുജറാത്തിലെ കച്ച് മേഖലയെയും പാകിസ്ഥാന്റെ സിന്ധ് പ്രവിശ്യയെയും വേർതിരിക്കുന്ന അറേബ്യൻ കടലിലേക്ക് ഒഴുകിയെത്തുന്ന ഒരു വേലിയേറ്റ അഴിമുഖമാണ് സീർക്രിക്. 1914 അന്നത്തെ ബോംബെ സർക്കാർ പുറത്തിറക്കിയ ഒരു പ്രമേയമാണ് തർക്കത്തിന്റെ പ്രധാന കാരണം. ഈ പ്രമേയം അനുസരിച്ച് സിന്ധും കച്ചും തമ്മിലുള്ള അതിർത്തിയായി ഒരു ഗ്രീൻ ലൈൻ ഭൂപടത്തിൽ വരച്ചിരിക്കുന്നു. ഈ രേഖ കനാലിന്റെ കിഴക്കൻ തീരത്താണ്, അതായത് ഇന്ത്യൻ ഭാഗത്താണ് സ്ഥിതി ചെയ്യുന്നത്. അതിനെ അടിസ്ഥാനമാക്കിയാണ് സീർക്രിക്ക് മുഴുവനായും തങ്ങളുടേതാണെന്ന് പാകിസ്ഥാൻ വാദിക്കുന്നത്. എന്നാൽ അന്താരാഷ്ട്ര നിയമം അനുസരിച്ച് രണ്ട് രാജ്യങ്ങളിലൂടെ ഒരു ജലാശയം ഒഴുകുന്നുണ്ടെങ്കിൽ അതിന്റെ മധ്യഭാഗമാണ് അതിർത്തിയായി കണക്കാക്കേണ്ടത്. ഈ നിയമപ്രകാരം സീർക്രിക്കിന്റെ പകുതി ഭാഗം ഇന്ത്യയുടേതാണ്. ഇന്ത്യ ഈ നിലപാടിൽ ഉറച്ചു തന്നെ നിൽക്കുന്നു. അതേസമയം പാകിസ്ഥാന്റെ വാദം അന്താരാഷ്ട്ര നിയമങ്ങളുടെ നഗ്നമായ ലംഘനം കൂടിയാണ്. നിരവധി തവണ ഈ പ്രശ്നം പരിഹരിക്കാൻ ചർച്ചകൾ നടന്നിട്ടുണ്ടെങ്കിലും പാകിസ്ഥാന്റെ പിടിവാശി കാരണം ഒന്നും ഫലം കണ്ടില്ല. 1999 ഇന്ത്യൻ വ്യോമസേന പാകിസ്ഥാന്റെ ഒരു നിരീക്ഷണ വിമാനം ഈ മേഖലയിൽ വെടിവെച്ചിട്ടിരുന്നു. അന്നു മുതൽ ഈ പ്രദേശം അതീവ സുരക്ഷാ മേഖലയാണ്. വെറും ഒരു ചതുപ്പ് നിലത്തിന് വേണ്ടി പാകിസ്ഥാൻ എന്തിന് ഇത്രയധികം വാശി പിടിക്കണം? അതിന്റെ പിന്നിൽ വ്യക്തമായ സാമ്പത്തിക സൈനിക താല്പര്യങ്ങളുണ്ട്. സീർക്രിക്കും അതിനോട് ചേർന്ന് നിൽക്കുന്ന അറേബ്യൻ കടലും മത്സ്യബന്ധനത്തിന് പേരുകേട്ടതാണ്. ഈ മേഖല പൂർണ്ണമായും സ്വന്തമാക്കിയാൽ കോടിക്കണക്കിന് രൂപയുടെ മത്സ്യബന്ധന വ്യവസായം നിയന്ത്രിക്കാമെന്നാണ് പാകിസ്ഥാന്റെ കണക്കുകൂട്ടൽ. ഈ മേഖലയുടെ അടിത്തട്ടിൽ വൻതോതിൽ എണ്ണയുടെയും പ്രകൃതിവാതകത്തിന്റെയും ശേഖരമുണ്ടെന്ന് പഠനങ്ങൾ സൂചിപ്പിക്കുന്നു. സാമ്പത്തികമായി തകർന്നടിഞ്ഞ പാകിസ്ഥാന് ഇതൊരു ലോട്ടറിയാണ്. അതുകൊണ്ടാണ് നിയമവിരുദ്ധമായി ഈ പ്രദേശം തട്ടിയെടുക്കാൻ പാകിസ്ഥാൻ ശ്രമിക്കുന്നത്. ഏറ്റവും അപകടകരമായ ലക്ഷ്യം സീർക്രിക്കിലെ ചതുപ്പും കണ്ടൽക്കാടുകളും ഭീകരവാദികൾക്ക് ഇന്ത്യയിലേക്ക് നുഴഞ്ഞുകയറാൻ എളുപ്പവഴി ഒരുക്കുമെന്നതാണ്. 2008 മുംബൈ ഭീകരാക്രമണത്തിന് വന്ന ഭീകരർ കടൽ മാർഗമാണ് എത്തിയതെന്ന് നാം മറക്കരുത്. ഈ മേഖലയിൽ പാകിസ്ഥാൻ സൈനിക സാന്നിധ്യം വർദ്ധിപ്പിക്കുന്നത് ഭീകരർക്ക് സുരക്ഷിത താവളം ഒരുക്കാനാണെന്നാണ് ഇന്ത്യ ശക്തമായി സംശയിക്കുന്നത്. കറാച്ചിയിലേക്കുള്ള വഴി സീർക്രിക്കിലൂടെയാണെന്ന് രാജ്നാഥ് സിംഗിന്റെ പ്രസ്താവനയ്ക്ക് ചരിത്രപരമായ പ്രാധാന്യമുണ്ട്. 1965 ഇന്ത്യ പാക് യുദ്ധത്തിൽ ഇന്ത്യൻ സൈന്യം പാകിസ്ഥാന്റെ സിന്ധ് പ്രവിശ്യയിലേക്ക് മുന്നേറിയത് ഈ വഴിയിലൂടെയായിരുന്നു. അന്നത്തെ യുദ്ധവിജയം ഓർമ്മിപ്പിച്ചുകൊണ്ട് ആവശ്യമെങ്കിൽ പാകിസ്ഥാന്റെ ഹൃദയഭാഗത്ത് കടന്നുകയറാൻ ഇന്ത്യൻ സൈന്യത്തിന് മടിയില്ലെന്ന വ്യക്തമായ സന്ദേശമാണ് പ്രതിരോധ മന്ത്രി നൽകുന്നത്. അടുത്തിടെ നടന്ന ഓപ്പറേഷൻ സിന്ദൂർ എന്ന പേരിൽ അറിയപ്പെട്ട സൈനിക നടപടിയിൽ പാകിസ്ഥാന്റെ വ്യോമ പ്രതിരോധ സംവിധാനങ്ങളുടെ മുനയൊടിക്കാൻ ഇന്ത്യക്ക് കഴിഞ്ഞിരുന്നു. പാകിസ്ഥാന്റെ സൈനിക ശേഷിയുടെ പൊള്ളത്തരം ലോകത്തിന് മുന്നിൽ തുറന്നു കാട്ടിയ സംഭവത്തിന് ശേഷം പാകിസ്ഥാന് ഇന്ത്യയെ മുഖാമുഖം നേരിടാനുള്ള ധൈര്യമില്ല. അതുകൊണ്ടാണ് അവർ സീർക്രിക് പോലുള്ള മേഖലയിൽ ഒളിയുദ്ധത്തിന് ശ്രമിക്കുന്നത്. എന്നാൽ ഇത് പഴയ ഇന്ത്യയല്ല, നരേന്ദ്രമോദിയുടെ നവഭാരതമാണ് എന്ന് രാജ്നാഥ് സിംഗ് തന്റെ പ്രസംഗത്തിലൂടെ
പാകിസ്ഥാനെ ഓർമ്മിപ്പിച്ചു. ഏത് പ്രകോപനത്തിനും അതേ നാണയത്തിൽ തിരിച്ചടിക്കാൻ സജ്ജമായ ഒരു ഇന്ത്യയാണ് പാകിസ്ഥാൻ ഇപ്പോൾ കാണുന്നത്. സിർക്രിക്കിലെ പാകിസ്ഥാന്റെ ഓരോ നീക്കവും ഇന്ത്യയുടെ ശക്തമായ നിരീക്ഷണത്തിലാണ്. ഇന്ത്യൻ സൈന്യവും അതിർത്തി രക്ഷാസേനയും ഏത് സാഹചര്യത്തെയും നേരിടാൻ സുസജ്ജമാണ്. രാജ്നാഥ് സിംഗിന്റെ വാക്കുകൾ വെറും പ്രസ്താവനയല്ല, മറിച്ച് 140 കോടി ജനങ്ങളുടെ ആത്മാഭിമാനത്തിന്റെ ശബ്ദമാണ്. സിർക്രിക്കിൽ പാകിസ്ഥാൻ കളിക്കുന്നത് തീ കൊണ്ടാണ്. ആ തീയിൽ അവർ തന്നെ വെന്തുരുകുന്ന കാലം വിദൂരമല്ല.